ഋഷു ബെന്നിയെ വിളിച്ചുകൊണ്ട് തന്നെ പുറത്തേക്കിറങ്ങി. അവൾ മുൻവശത്ത് വാതിലിലൂടെയായിരുന്നു പുറത്തേക്ക് ചെന്നത്. ബെന്നി ബാക്കിലത്തെ ഡോറിലൂടെ. പുറത്തേക്കിറങ്ങിയ അവൻ മുന്നിൽ നിൽക്കുന്ന അവളെ കണ്ടതും കൈയെടുത്ത് കാണിച്ചു. അവളും തിരികെ അവനെ നോക്കി കൈപൊക്കി. ശേഷം അവൻ അവളെ അടുത്തേക്ക് വിളിച്ചതും അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നു. നമുക്ക് അങ്ങോട്ട് മാറി നിന്ന് സംസാരിച്ചാലോ ടീച്ചർ? അവൻ സംശയത്തോടെ അവളെ നോക്കി ചോദിച്ചു. ആ, അവളൊന്ന് മൂളിക്കൊണ്ട് തലയാട്ടിയതും അവർ രണ്ടുപേരും കൂടി സ്കൂളിൻ്റെ മറ്റൊരു വശത്തേക്ക് മാറി നിന്നു. അവളെ അന്വേഷിച്ച് പുറത്തേക്കിറങ്ങിയ ക്രിസ്റ്റി ഋഷുവിനെ അവിടെയൊക്കെ നോക്കിയെങ്കിലും കാണാൻ സാധിച്ചിരുന്നില്ല. സാറിന് എന്താ എന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? പെട്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് പോകായിരുന്നു, അവൾ അവനെ നോക്കി പറഞ്ഞു. അവൻ്റെ ഒപ്പം അവിടെ നിൽക്കുന്നുണ്ടെങ്കിലും അവൾ ചുറ്റിനും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ക്രിസ്റ്റി കാണുമോ? അവൻ കണ്ടാൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നൊക്കെയുള്ള സംശയമായിരുന്നു അവളുടെ ഉള്ളിൽ. അത് ടീച്ചർ, ഞാൻ പറയാൻ പോകുന്ന കാര്യം അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ അതിനെ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നെക്കൊണ്ടത് പറയാതിരിക്കാനും കഴിയുന്നില്ല. എൻ്റെ മനസ്സിലുള്ളത് ടീച്ചറിനോടൊന്ന് തുറന്ന് പറയണമെന്ന് കരുതി, അവൻ അവളെ നോക്കി പറഞ്ഞു. അവൻ അങ്ങനെയൊക്കെ മുഖവുര വെച്ച് സംസാരിക്കുന്നത് കേട്ടതും അവൾ സംശയത്തോടെ തൻ്റെ നെറ്റി ചുളിച്ചു. അത് എനിക്ക് വീട്ടിൽ കല്യാണം ആലോചിക്കുന്നുണ്ട്, പപ്പയും മമ്മിയും. പക്ഷെ ആലോചന വരുന്ന പെൺകുട്ടികളെ ഒന്നും എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. എൻ്റെ മനസ്സിൽ, എൻ്റെ സങ്കല്പത്തിൽ എൻ്റെ ഭാര്യയായിട്ട് വരുന്ന പെൺകുട്ടിയെപ്പറ്റി കുറച്ച് ധാരണകളൊക്കെ ഉണ്ട്, അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അപ്പോൾ സാറിൻ്റെ മനസ്സിലുള്ള സങ്കല്പങ്ങൾ വീട്ടിൽ പറഞ്ഞാൽ പോരെ? അതിനനുസരിച്ചുള്ള പെൺകുട്ടിയെ അവർ കണ്ടുപിടിക്കില്ലേ? അവൾ നോർമലായി തന്നെ അവനോട് ചോദിച്ചു. അതല്ല ഋഷിക ടീച്ചർ ഞാൻ പറയുന്നത്. എൻ്റെ സങ്കല്പത്തിലുള്ള കുട്ടിയെ ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. പക്ഷെ ആ കുട്ടിയോട് എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പറഞ്ഞെങ്കിലല്ലേ എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന് ആ കുട്ടി അറിയുള്ളൂ. ആ കുട്ടിയുടെ സമ്മതം കൂടി കിട്ടിയിട്ട് വേണം എനിക്ക് വീട്ടിൽ പറഞ്ഞ് ആലോചിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ ടീച്ചറിൻ്റെ അടുത്തേക്ക് വന്നത്. അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. സാർ എന്താ പറഞ്ഞു വരുന്നത്? എനിക്ക് മനസ്സിലായില്ല, അവൾ തിരികെ അവനോട് ചോദിച്ചു. ഞാൻ ഓപ്പണായിട്ട് പറയാം, എനിക്ക് ടീച്ചറിനെ ഒരുപാട് ഇഷ്ടമായി. ഇഷ്ടമെന്ന് പറഞ്ഞാൽ കോളേജ് പിള്ളേർ പറയുന്നത് പോലെയല്ല. ഐ റിയലി ലവ് യു. എനിക്ക് ടീച്ചറിനെ എൻ്റെ ജീവിതത്തിലേക്ക് ഒപ്പം കൂട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി തന്നെ തൻ്റെ ഇഷ്ടം പറഞ്ഞു. എന്നാൽ അത് കേട്ട് ഋഷുവിന് നെഞ്ചിടിക്കാൻ തുടങ്ങി. കോളേജിലോ സ്കൂളിലോ പോലും ആരും തന്നെ ഇങ്ങനെ പ്രപ്പോസ് ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരാൾ തൻ്റെ മുൻപിൽ ഇങ്ങനെ പ്രപ്പോസ് ചെയ്യുന്നത്. എന്നാൽ താൻ കേൾക്കാൻ കുറച്ച് ആളിൽ നിന്നല്ല അതുണ്ടായത് എന്നും അവൾ ആ നിമിഷം ഓർത്തു. ടീച്ചർ എന്താ ഒന്നും പറയാതെ മിണ്ടാ നിൽക്കുന്നേ? എനിക്ക് ടീച്ചറുടെ അഭിപ്രായം അറിഞ്ഞിട്ട് വേണം വീട്ടിൽ പപ്പയോടും മമ്മിയോടും കാര്യം പറയാൻ. ടീച്ചറിനും എന്നോട് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ ഇല്ല. അവൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുൻപേ തന്നെ അവളിൽ നിന്നും ഒരു മറുപടി കിട്ടിയിരുന്നു. അവൾ ഉറപ്പോടെ തന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞു. അവളിൽ നിന്നും അങ്ങനെ ഒരു മറുപടി പെട്ടെന്ന് കിട്ടിയതും അവൻ വല്ലാതെയായി. അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി. ഇല്ല സർ, എനിക്ക് പറ്റില്ല. ഞാൻ സാറിനെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അതുമാത്രമല്ല, എനിക്ക് സാറിനെ അങ്ങനെ ഇഷ്ടപ്പെടാനും കഴിയില്ല. അവൾ ഉറപ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു. ടീച്ചർ, ഞാൻ പെട്ടെന്ന് ഇങ്ങനൊരു പ്രപ്പോസ് ചെയ്തുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ടീച്ചറിന് മറുപടി പറയാൻ കഴിയാത്തത്. താൻ ആലോചിച്ചിട്ട് എനിക്കൊരു മറുപടി തന്നാൽ മതി. ഞാൻ എത്ര വേണമെങ്കിലും വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. അവൻ വീണ്ടും അവളെ നോക്കി പറഞ്ഞു. ഐ എം സോറി സർ, സാർ എത്രയൊക്കെ വെയിറ്റ് ചെയ്താലും ഞാൻ എത്രയൊക്കെ ആലോചിച്ചാലും എൻ്റെ ഭാഗത്തു നിന്നും വരുന്ന മറുപടി ഇത് തന്നെയായിരിക്കും. അവൾ വീണ്ടും ഉറപ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞിരുന്നു. ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു? ഞങ്ങളെ തെറ്റിച്ചിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ഒരു പെൺകുട്ടി സംശയത്തോടെ അവളെ നോക്കി ചോദിച്ചു. ഇല്ല, നിങ്ങൾ നല്ല അസലായിട്ട് തന്നെ കളിച്ചു. മാത്രമല്ല, നമ്മുടെ സ്നേഹം അടിപൊളിയായിട്ട് പാടുകയും ചെയ്തു. ഞാൻ നിങ്ങളിൽ നിന്നും എന്താണ് എക്സ്പെക്റ്റ് ചെയ്തത് അതിൻ്റെ 100% നിങ്ങളെനിക്ക് തിരികെ തന്നിട്ടുണ്ട്. ഇപ്പോഴെൻ്റെ ശ്വാസം പോലും നേരെ വീണത്. സത്യം പറയാലോ. ഷീതു കുട്ടികളെ എല്ലാവരെയും നോക്കി മറുപടി പറഞ്ഞു. അത് സത്യം ഷീതു പറഞ്ഞത്. നിങ്ങളുടെ ഡാൻസ് തുടങ്ങി അത് അവസാനിക്കുന്നത് വരെയും ചേച്ചി കൈകൂപ്പി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അവളുടെ ടെൻഷൻ എത്രത്തോളം ഉണ്ടായിരുന്നുവെന്ന് അതിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ നിങ്ങൾ ഞെട്ടിപ്പിച്ച് കളഞ്ഞു. നല്ല അസലായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട്. റിയ അതിൽ മെയിനായിട്ടുള്ള പെൺകുട്ടിയെ നോക്കി കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കളിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ചേച്ചിക്ക് മാത്രമുള്ളതാ. ഞങ്ങളെ പുതിയ സ്റ്റെപ്പുകളൊക്കെ പഠിപ്പിച്ച് ഇത്രയും എനർജറ്റിക് ആയിട്ട് കളിക്കാൻ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ കൂടെ എല്ലാത്തിനും കൂടെ നിന്നത് ചേച്ചിയാണ്. അതുമാത്രമല്ല, ചേച്ചി പറഞ്ഞതുപോലെ ഡ്രസ്സ് ചെയ്തതിന് ശേഷം ഡാൻസ് കളിച്ച് നോക്കിയിരുന്നെങ്കിൽ ആ ഒരു എനർജി സ്റ്റേജിൽ ഞങ്ങൾക്ക് കിട്ടുമായിരുന്നില്ല. ഇത് ചെയ്യേണ്ട എനർജിയും കൂടി ഞങ്ങൾ അവിടെ എടുത്തത്. അതുകൊണ്ട് അത്രയും നല്ല എഫക്റ്റീവായിട്ട് ഞങ്ങൾക്ക് കളിക്കാൻ കഴിഞ്ഞതും കുട്ടികൾ അവളെ നോക്കി പറഞ്ഞതും എല്ലാവർക്കും അത് ശരിയാണെന്ന് തോന്നി. എന്തായാലും ലവളുമാരുടെയൊക്കെ വായടഞ്ഞല്ലോ. എനിക്കത് മതി. ഒരു കുറ്റം കണ്ടുപിടിക്കാൻ കിട്ടിയില്ല. വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം എപ്പോഴേ കുറ്റം പറയാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നേനെ. ഇതിപ്പോൾ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് അനങ്ങാതിരിക്കുന്നത്. റിയ പറഞ്ഞതും എല്ലാവർക്കും അത് ശരിയാണെന്ന് തോന്നി.
എനിക്ക് അതല്ല ചേച്ചി, ഈ ഒരു വർഷമെങ്കിലും ആ പള്ളിക്കാരെ ഒന്ന് തോൽപ്പിക്കാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു. എനിക്കത് മാത്രമേ ഉള്ളൂ ആഗ്രഹം. എല്ലാ വർഷവും ഒരുപോലെ ഫസ്റ്റ് കൊണ്ടുപോകുന്നതുകൊണ്ട് അവളുമാർക്കൊക്കെ അതിൻ്റേതായിട്ടുള്ള അഹങ്കാരവും പുച്ഛവും ഒക്കെയുണ്ട്. നമ്മളെയൊക്കെ കാണുമ്പോൾ ഒറ്റ തവണയെങ്കിലും അതൊന്ന് നിർത്തിക്കൊടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. പാടിയിരുന്ന പെൺകുട്ടി അവരെ നോക്കി പറഞ്ഞു. നമ്മൾ ആരെയും നോക്കി അഹങ്കരിക്കാനോ പുച്ഛിക്കാനോ ഒന്നും നിൽക്കണ്ട. മാതാവ് നമുക്ക് ഫസ്റ്റ് തന്നാലും ലാസ്റ്റ് തന്നാലും രണ്ട് കൈകൾ കൊണ്ടും അത് സന്തോഷത്തോടെ സ്വീകരിക്കുക. നമ്മൾ എത്രത്തോളം അധ്വാനിച്ചിട്ടുണ്ടോ അതിൻ്റെ ബലം പോലെയായിരിക്കും നമുക്ക് കിട്ടുന്ന സ്ഥാനവും. അല്ലാതെ ഫസ്റ്റ് കിട്ടിയെന്ന് കരുതി അതിൽ അഹങ്കരിക്കാൻ നിൽക്കണ്ട. ഞാൻ പറഞ്ഞതൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? കുട്ടികൾ ഡ്രസ്സ് മാറാൻ സഹായിക്കുന്നതിനിടയിൽ അവൾ അവരെ നോക്കി പറഞ്ഞു. അത് കേട്ടതും അവർ മനസ്സിലായി എന്നുള്ള അർത്ഥത്തിൽ അവളെ നോക്കി തിരികെ തലയാട്ടി. ക്രിസ്റ്റി ഋഷുവിനെയും തിരക്കി അവിടെയൊക്കെ നടക്കുകയായിരുന്നു. സാറിന് വേറൊന്നും എന്നോട് സംസാരിക്കാനില്ലല്ലോ, എങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ട് പോട്ടെ. എന്നെ അവിടെ തിരക്കുന്നുണ്ടാകും. സാറിന് ചേരുന്നൊരു പെൺകുട്ടി അത് ഞാനല്ല. എനിക്ക് സാറിനോട് അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയിട്ടുമില്ല. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ, അതിനുമപ്പുറം നമ്മൾ നല്ല ഫ്രണ്ട്സ് പോലും അല്ല. അങ്ങനെ ഒരാളെ പെട്ടെന്ന് വന്ന് കല്യാണം കഴിക്കണമെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ടീച്ചറിന് അതാണോ പ്രശ്നം? നമ്മൾ ഫ്രണ്ട്സ് അല്ലാത്തത് കൊണ്ടാണോ ടീച്ചറിന് എന്നെ അംഗീകരിക്കാൻ കഴിയാത്തത്? അങ്ങനെയാണെങ്കിൽ നമുക്കത് നല്ല കൂട്ടുകാരായിരിക്കാം. ഞാൻ തനിക്ക് ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം. അവൻ ബാക്കി പറയാതെ നിർത്തി. നല്ല കൂട്ടുകാരാകാനൊക്കെ ഞാൻ തയ്യാറാണ് സർ, പക്ഷെ അത് വിവാഹത്തിലേക്ക് കൊണ്ടുപോകാൻ എനിക്കൊട്ടും താല്പര്യമില്ല. അതെന്താ, ഋഷിക ടീച്ചർ ഒരിക്കലും വിവാഹം കഴിക്കില്ലെന്നാണോ? അതോ ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ? അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു ചോദ്യം കേട്ടതും അവളുടെ മനസ്സിൽ കൂടി ആദ്യം കടന്നുപോയത് ക്രിസ്റ്റിയുടെ മുഖമാണ്. എന്നാൽ അവന് തന്നോടുള്ള ബിഹേവിയർ ഓർത്തതും അവളുടെ മുഖത്ത് അതിൻ്റെ സങ്കടം നിഴലിച്ചു. അത് അങ്ങനെ അങ്ങനെയൊന്നുമില്ല. സാറിന് മറ്റെന്തെങ്കിലും എന്നോട് സംസാരിക്കാനുണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ ഞാൻ പോട്ടെ. അതും പറഞ്ഞ് അവൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൾ അവിടെ നിന്നും പോകാൻ തുടങ്ങിയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി. പെട്ടെന്ന് അവനിൽ നിന്നും അങ്ങനെ ഒരു നീക്കം ഒട്ടും അവൾ പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ അവൾ സംശയത്തോടെ തിരിഞ്ഞ് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് കുറച്ചുകൂടി അടുപ്പിച്ചു. ബെന്നി സാർ, ഇതെന്താ കാണിക്കുന്നേ? എന്നെ വിട്, ആരെങ്കിലും കണ്ട പ്രശ്നമാകും. അവൾ അവൻ്റെ കൈപ്പിടിയിൽ നിന്നും മാറാൻ ശ്രമിച്ചു. എടോ, ഞാൻ പറയുന്നത് താനൊന്ന് കേൾക്കടോ. എനിക്ക് തന്നെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടല്ലേ തന്നോട് ഞാനിത് തുറന്നു പറഞ്ഞത്. തൻ്റെ മനസ്സിൽ ആരോടും അങ്ങനെ ഒരു ഇഷ്ടമില്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ആതിര ടീച്ചറിനോട് എല്ലാം തന്നെപ്പറ്റി അന്വേഷിച്ചിട്ടാണ് തന്നോട് വന്ന് ഇഷ്ടം പറഞ്ഞത്. അവൻ വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. സർ, വിട്. എന്നാൽ അവൻ പറയുന്നതൊന്നും ശ്രദ്ധിക്കാതെ അവൻ്റെ കയ്യിൽ നിന്നും തൻ്റെ കൈകളെ വിടിയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. കുട്ടികളുടെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തതിന് ശേഷം ഷീതു ഇസുവിൻ്റെ അടുത്തേക്ക് പോകാൻ ഇറങ്ങി. റിയ അതിന് മുൻപേ തന്നെ ഓഡിറ്റോറിയത്തിലേക്ക് പോയിരുന്നു. അവൾ റൂമിൽ നിന്നും ഇറങ്ങി താഴേക്ക് പോകാൻ തുടങ്ങിയതും ആരോ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി. പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ അവൾ ഞെട്ടി അയാളുടെ മുഖത്തേക്ക് നോക്കി. മുൻപിൽ നിൽക്കുന്ന ആദത്തെ കണ്ടതും അവൾ ഞെട്ടിപ്പോയിരുന്നു. ഒരിക്കലും ആ സമയം അവനെ തീരെ അവൾ അവിടെ പ്രതീക്ഷിച്ചിരുന്നില്ല. ആദം ഒരു പുഞ്ചിരിയോടുകൂടി തന്നെ അവളുടെ മുഖത്തേക്ക് നോക്കുകയായിരുന്നു. അവനെ കണ്ടതും അവൾ പെട്ടെന്ന് ചുറ്റിനും നോക്കി. ചാർലി ഉണ്ടോ എന്നാണ് അവൾ ആദ്യം നോക്കിയത്. അവിടെയെങ്ങും ഒരൊറ്റ മനുഷ്യരെ പോലും കാണാഞ്ഞതും അവൾ വല്ലാത്ത ഭയപ്പെട്ടു. ചാർലി ആ നിമിഷം അവിടേക്കൊന്ന് വന്നിരുന്നെങ്കിലെന്ന് അവൾ ഒരു നിമിഷം ചിന്തിച്ചിരുന്നു. വിട്. അവൾ അവൻ്റെ കയ്യിൽ കിടന്ന് കുതിറി. ഷിതു, നിന്നെ കാണാൻ വേണ്ടി മാത്രമാ ഞാനിന്ന് ഇവിടേക്ക് വന്നത്. അവൻ ദയനീയമായി അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. നിങ്ങൾ എന്തിനാ എന്നെ കാണുന്നത്? അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി തിരികെ ചോദിച്ചു. ഷിതു പ്ലീസ്, എനിക്ക് അന്നൊരു തെറ്റ് പറ്റിപ്പോയതാണ്. ഇന്ന് ആ തെറ്റിനെ പറ്റി ഓർത്തിട്ടാണ് ഞാൻ വിഷമിക്കുന്നതും. നിന്നോട് ഞാനന്ന് പറഞ്ഞത് മാത്രമാണ് എനിക്കിപ്പോഴും പറയാനുള്ളത്. കുഞ്ഞിനെയും കൂട്ടി നീ എൻ്റെ ഒപ്പം വാ. ഇവരാരും വരാത്തൊരു സ്ഥലത്ത് പോയി നമുക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെയും ജീവിക്കാം. അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു. എന്നാൽ അവൻ പറയുന്നത് കേട്ടതും അവൾക്ക് പുച്ഛമാണ് അവനോട് തോന്നിയത്. അവൾ പുച്ഛത്തോടെ അതിന് മുഖം തിരിച്ചു. ഷിതു, നമ്മുടെ മോളെ ഒന്ന് എടുക്കാനും കൊഞ്ചിക്കാനും അവളുടെ ഒപ്പം ഒന്ന് കിടന്ന് ഉറങ്ങാനും ഒക്കെ ഞാൻ എന്തുമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയോ? അവൾ എൻ്റെ കുഞ്ഞല്ലേ, എൻ്റെ ചൂടേറ്റല്ലേ അവൾ വളരേണ്ടത്. അവൾക്ക് അവളുടെ പപ്പയുടെ സ്ഥാനമല്ലേ നീ നിഷേധിച്ച് കളയുന്നത്? എൻ്റെ കരുതലും വാത്സല്യവും അല്ലേ നീ വേണ്ടെന്ന് വെക്കുന്നത്? നിങ്ങൾക്ക് എങ്ങനെയാ ഇതൊക്കെ പറയാൻ തോന്നുന്നത്? നിങ്ങളുടെ സംസാരം കേട്ടിട്ട് എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇവിടെ വെച്ചൊരു പ്രശ്നത്തിന് ഞാനില്ല. ഇച്ചായനോ എൻ്റെ അനിയന്മാരോ കാണുന്നതിന് മുൻപ് നിങ്ങൾ ഇവിടുന്ന് പോകാൻ നോക്ക്. വെറുതെ ഇവിടെ വെച്ചൊരു പ്രശ്നം ഉണ്ടാക്കരുത്. ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ കാല് പിടിക്കാം. നിങ്ങളുടെ ഭാര്യയും ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവൃത്തികളൊക്കെ അവൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് വീണ്ടും ബന്ധം സ്ഥാപിക്കാൻ വരികയാണെന്ന് അവൾ കരുതും. പിന്നെ നിങ്ങളിപ്പോൾ പറഞ്ഞതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പറയാൻ നിങ്ങൾക്ക് അർഹതയുണ്ടോ എന്ന് ഒരു നിമിഷമെങ്കിലും നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ഞാൻ സ്നേഹിച്ചിരുന്നു, ഒരുപാട് ആഗ്രഹിച്ചിരുന്നു നിങ്ങളുടെ ഒപ്പമുള്ള ഒരു ജീവിതം.
നിങ്ങളുടെ കുഞ്ഞ് എൻ്റെ വയറ്റ് വളരുന്നു എന്നറിഞ്ഞ നിമിഷം ഞാൻ എന്തുമാത്രം സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് അറിയോ? 2 കൈകളും നീട്ടി നിങ്ങളെന്നെ സ്വീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ ബാക്കി പറയാതെ നിർത്തി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇപ്പോൾ നിങ്ങളുടെ ഈ മുഖം പോലും കാണുന്നത് എനിക്കിഷ്ടമല്ല. നിങ്ങളുടെ സാന്നിധ്യം എന്നെ ഭയപ്പെടുത്തുകയാണ്. ഒരിക്കലും നിങ്ങളെൻ്റെ കൺമുൻപിൽ കാണരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദയവ് ചെയ്ത് ഇനി എൻ്റെയോ കുഞ്ഞിൻ്റെയോ മുമ്പിൽ നിങ്ങൾ വരരുത്. ഞാനും ഇസുവും നിങ്ങൾക്ക് ആരുമല്ല. അവൾ അത്രയും പറഞ്ഞ് അവിടെ നിന്നും പോകാൻ തുടങ്ങിയതും അവൻ വീണ്ടും അവളെ വലിച്ച് ഭിത്തിയോട് ചേർത്തിരുന്നു. അവൾ പേടിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ തൻ്റെ കൈകൾ അവളുടെ ഇരു സൈഡിലും വെച്ച് അവളെ ലോക്ക് ചെയ്തു. പിന്നെ അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചു. ഷീതുവിൻ്റെ ഹൃദയമിടിപ്പ് കൂടി. അവളുടെ ശരീരം മാസകലം വിറയ്ക്കുന്നത് പോലെ അവൾക്ക് തോന്നി. അവൾ ഉമിനീറിറക്കിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ മുഖം അവളുടെ മുഖത്തിൻ്റെ അടുത്തേക്കടുത്തു. ഷിതു കണ്ണുകളെ ഇറുക്കി അടച്ചു. പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ആരുടെയോ ചവിട്ടേറ്റ് ആദം താഴേക്ക് വീണു. അവനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആളിനെ കണ്ടതും ഷീതു ഞെട്ടിപ്പോയി. ക്രിസ്റ്റി ഋഷുവിനെ തിരക്കി വന്നതും കാണുന്നത് ബെന്നിയോട് ചേർന്ന് നിൽക്കുന്ന അവളെയാണ്. അവളും അവനോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. പക്ഷെ എന്താണെന്ന് വ്യക്തമല്ല. ബെന്നിയുടെ കൈകൾ അവളുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ക്രിസ്റ്റി ഒരു നിമിഷം അവിടെ തന്നെ നിന്നു. കൈകൾ മുഷ്ടി ചുരുട്ടി തന്റെ ദേഷ്യത്തെ അടക്കാൻ ശ്രമിച്ചു. പക്ഷെ അതിനെ പൂർണ്ണമായിട്ടും അടക്കി വെക്കാൻ അവന് കഴിഞ്ഞിരുന്നില്ല. അവൻ അരിശത്തോടെ അവളുടെ അടുത്തേക്ക് നടന്നു. പുറംതിരിഞ്ഞ് ബെന്നിക്ക് അഭിമുഖമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ക്രിസ്റ്റിയെ അവൾ കണ്ടിരുന്നില്ല. ക്രിസ്റ്റി തങ്ങളുടെ ബാക്കിൽ വന്ന് നിൽക്കുന്നത് ബെന്നി കണ്ടതും അവൻ പെട്ടെന്ന് തന്നെ ക്രിസ്റ്റിയുടെ മുഖത്തേക്ക് നോക്കി. അവിടുത്തെ ദേഷ്യഭാവം കണ്ടതും ബെന്നിയുടെ കൈകൾ അവളുടെ കയ്യിൽ നിന്നും അയഞ്ഞു. ബെന്നിയുടെ ഭാവവ്യത്യാസം കണ്ട് ഋഷു സംശയത്തിലായി. അവളും തിരിഞ്ഞ് പുറകിലേക്ക് നോക്കിയതും അരിശത്തോടെ അവളെ തന്നെ നോക്കുന്ന ക്രിസ്റ്റിയാണ് കണ്ടത്. സർ, അത് ഞങ്ങള് ബെന്നി എന്തോ അവനോട് പറയാനായി തുടങ്ങിയതും ക്രിസ്റ്റി അവളുടെ കയ്യിൽ പിടിച്ച് അവളെ പുറകിലേക്ക് വലിച്ചു. ഇച്ഛ, അവൾ എന്തോ പറയാനായി തുടങ്ങിയതും ക്രിസ്റ്റി അവളുടെ കവളിൽ ആഞ്ഞടിച്ചു. ഒരു നിമിഷം വേണ്ടി വന്നു എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ. പുറത്തുനിന്ന് പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന കുറച്ചു പേർ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി. കവളിൽ കൈവച്ച് കണ്ണുകൾ നിറച്ച് അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. മുഷ്ടി ചുരുട്ടി ദേഷ്യത്തോടെ വലിഞ്ഞു മുറുകുന്ന ഞരമ്പുകളുമായി നിൽക്കുകയായിരുന്നു അവൻ. നിനക്ക് എത്ര പേരെ വേണോടി പുല്ലേ? അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി ചോദിച്ചു. അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവനിൽ നിന്നും അങ്ങനെയൊരു വാക്കുകൾ അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. സർ, ബെന്നി അവനെ വിളിച്ചു. മിണ്ടരുത്. എൻ്റെ പെണ്ണിൻ്റെ കയ്യിൽ പിടിക്കാൻ നിനക്കാരാണ് അധികാരം തന്നത്? ക്രിസ്റ്റി ദേഷ്യത്തോടെ അവനെ നോക്കി ചോദിച്ചതും ബെന്നി ഞെട്ടിപ്പോയി. അവൻ്റെ നാവിൽ നിന്നും അങ്ങനെ കേട്ടതും ബെന്നി വല്ലാതെയായി. കേട്ടത് സത്യമാണോ എന്നറിയാതെ അവൻ ഋഷുവിൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നാൽ അപ്പോഴും അവൾ ക്രിസ്റ്റിയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു.